കണ്ടിന്യൂസ് അഡ്വഞ്ചേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. നമ്മൾ വയനാട് 900 കണ്ടിയിലാണ്. ചെറിയൊരു ഓഫ് റോഡൊക്കെ ചെയ്ത് ടയേർഡായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വന്ന വണ്ടികളുടെയൊക്കെ ഒരു അവസ്ഥയാണ്. ചെളിയിലൊക്കെ കുടിച്ച് ടയേർഡായിട്ടിരിക്കുകയാണ്. എൻ്റെ കാലും ഇതൊക്കെ കണ്ടിട്ട് ഫുള്ള് ചെളിയായിരിക്കും. എല്ലാവരും ഇങ്ങനെ ചെളിയിൽ കുളിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ജീപ്പ് കുറേ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല സ്ലിപ്പറിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നല്ല ടാസ്ക് ഉള്ള ഇതാണ്. ഒരു പയ്യൻ മണ്ടയിലോട്ട് റിസ്ക് എടുക്കാൻ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത് ബാക്ക് നമ്മളെ ചാൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു വിധം കുഴപ്പമില്ലാതെ കയറി പോകുന്നു. ഇത് തിരിച്ചിറങ്ങാനാണ് ഇനി ടാസ്ക് മുഴുവൻ. ഒരുവിധം 3/4 നമ്മൾ എന്തായാലും വണ്ടി കയറ്റിയിരിക്കുന്നു കേട്ടോ. വണ്ടി ഇപ്പം ബ്ലോക്കായി കിടക്കുന്നു. നമ്മൾ ഇനി ഒരു 4 വണ്ടിയും കൂടെ ഉള്ളു, ബാക്കിയെല്ലാം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജീപ്പ് അവിടെ നിർത്തിയിട്ടേക്കണം. ഞാൻ അവർ ഇനി എല്ലാം ഇറങ്ങിയിട്ട് തിരിച്ച് വണ്ടി നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റും. ആ ജീപ്പ് ഇറങ്ങി വരുന്ന ആ ഒരു പാട് കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിലായി വിടും എത്രത്തോളം പാടാണെന്നും കയറ്റാണെന്നും. ഇടയ്ക്ക് ആ ബ്ലോക്കായപ്പോൾ തന്നെ ഒരു 5-6 ജീപ്പ് ഇങ്ങോട്ട് വരാനുള്ള റിട്ടേൺ വരാനുള്ള അവിടെ ബാക്ക് ബ്ലോക്കായി. അതാണ് ഇപ്പോൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പയ്യെ. അവിടെ നിന്ന് കൂട്ടുകാരന്മാർ വണ്ടി തള്ളി ഇന്ത്യക്ക് കയറ്റുന്നുണ്ട്. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നല്ല കോൺക്രീറ്റ് ഇട്ട റോഡാണ്. ഇവിടെ അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. ഈ ചുറ്റുപാടും നമ്മളെ പുക മറിഞ്ഞ പോലെയാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത്. അടിപൊളി വൈബാണ് കേട്ടോ. ഇനി ഒരു 2 ജീപ്പും കൂടെ മണ്ടയിൽ വരാനുള്ളൂ. അത് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ കയറ്റി തുടങ്ങാം. ഇത് ഫുള്ളും ഫോറസ്റ്റിൻ്റെ അകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. അങ്ങോട്ടൊക്കെ ഫുള്ള് ഇതാ. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലും ടാസ്ക്കായി വരും കേട്ടോ. അവിടെ നിന്ന് വീണ്ടും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയുടെ കാര്യം എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വണ്ടി അവിടെ അന്ന് ഇവിടെ മൊത്തം മറ്റേന്താ കിളച്ച് ഉരുത് മറിച്ചിട്ടേക്കും പോലെയാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ. ജീപ്പ് വരെ തന്നെയാണ് ഇറങ്ങി പോകുന്നത്. ജീപ്പ് തെന്നി കയറി പോകുന്നുണ്ട് കേട്ടോ. രണ്ട് വണ്ടിയും കൂടെ ഉള്ള ലാസ്റ്റ് വണ്ടി. ഇനി അങ്ങോട്ട് ഇത്രയും കയറിയൊന്ന ടാസ്ക് ഇല്ല. ഒരാളതോ അവിടെ കിടപ്പായി. അത്രയ്ക്ക് അവസ്ഥ. കിടക്കണതിൻ്റെ അവിടുത്തെ വ്യൂ കാണപ്പോഴാണ് എൻ്റെ മോനെ ഇതാണ് വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. ജീപ്പ് പക്ഷേ ഒരു 10-200 ജീപ്പ് നമ്മളെ ഈ ഓഫ് റോഡിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂറെങ്കിലും എടുത്ത് കാണും ഇതുവരെ കയറാൻ. എന്നിട്ട് നമ്മൾ എത്തിയിട്ടില്ല. രക്ഷയില്ല കേട്ടോ. വണ്ടിയിലേക്ക് ഒരു അവസ്ഥ കണ്ടോ. ഫുള്ള് ചെളി അടിച്ച് കയറി. നമ്മളതാ ഏകദേശം സ്പോട്ട് എത്താറുണ്ട്. ഇനിയൊരു ടാസ്കും ഇല്ല. അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. കാലും കായും ഇല്ല. ഇവിടെ ചെളിയാണ്. ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കരുവിയിട്ട് വണ്ടിയിലോട്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളവിടെ വന്ന പയ്യന്മാരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ആ ലൈറ്റ് കാണുന്ന സ്പോട്ടില്ലേ, അതെല്ലാം ഇറങ്ങിയാണ് ഇപ്പം വന്നത്. അതിൻ്റെ മുമ്പ് വലിയൊരു കുത്തനെ തേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇന്നലെ ഏകദേശമുള്ള വണ്ടികളെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ 2 വണ്ടിയേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. വരെ നമ്മളെ സ്പോട്ടിലെത്തി. നമ്മളെ വണ്ടികളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ. വണ്ടിയിൽ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സേഫായിട്ട് എത്തിയെന്ന് ചോദിച്ചാൽ സേഫായിട്ടല്ല, 3 പ്രാവശ്യം വീണു. എൻ്റെ വണ്ടിയിലെ ഈ സൈഡിൽ 2 ഫുഡ് റെസ്റ്റും
പോയിട്ടുണ്ട്. വേറൊരു വണ്ടിയുടെ ഫുഡ് റെസ്റ്റ് വീണ് പോയിട്ടുണ്ട്. തിരിച്ചിറങ്ങപ്പം കുറച്ചുകൂടെ നല്ല ടാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. 3 ചെളി വീണ്ടത് എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ ലൊക്കേഷനിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് നല്ല ചൂട് കട്ടനൊക്കെ കുടിച്ച് ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് ആവുമ്പോൾ അങ്ങോട്ട് പോവാം. നൈറ്റ് മണ്ടയിൽ നമുക്ക് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയാം. അപ്പോൾ അത് ചെറിയൊരു ട്രെക്കിംഗ് അല്ല, കുറച്ച് നമ്മളിങ്ങനെ വൈബടിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. പയ്യന്മാരൊക്കെ ബാക്കിയുണ്ട്. ടെൻറ്റും കാര്യങ്ങളൊക്കെ രണ്ടും ഇവിടെ സെറ്റ് ചെയ്യുന്നു. 2 അവിടെ സെറ്റ് ചെയ്തു. രാത്രി ടെൻ്റ് എടുക്കാമെന്ന് വെച്ചാൽ റൂമുണ്ട് എങ്കിലും. മച്ചാന്മാരെ നമ്മളപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തത് വയനാട് 900 കണ്ടിലെ ഏറ്റവും ടോപ്പിലുള്ള ARC എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. അത്യാവശ്യം നല്ല വൈബ് സ്ഥലമാണ്. അവിടെ എല്ലാം അടിപൊളി നൈസാണ്. അപ്പം ഇനി ബാക്കി ട്രെക്കിങ്ങിൻ്റെ കാര്യങ്ങൾ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം.